ജയ് മോഹൻജി. വിശുദ്ധിയുടെ ശക്തി. വായന തുടരുന്നു. ശാശ്വത സമാധാനവും പരമമായ ശക്തിയും. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. എന്നിൽ കൂടി സംഭവിക്കുന്ന വാക്കുകൾ നിങ്ങളിൽ ചിലർക്ക് മാർഗദർശകമാകുന്നുണ്ട് എന്ന ചിന്ത സന്തോഷകരമായ ഒരു അനുഭൂതിയാണ്. ഇത് എന്നെ സർവശക്തനോട് കൂടുതൽ കൃതജ്ഞതയുള്ളവനാക്കുന്നു. ഈ ജീവിതത്തെക്കുറിച്ച് എനിക്ക് കൂടുതൽ സംതൃപ്തി തോന്നുന്നു. എനിക്ക് കൂടുതൽ ചോദ്യങ്ങൾ കിട്ടുമ്പോൾ എൻ്റെ മറുപടികൾ വിലമതിക്കപ്പെടുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു. എല്ലാം സംഭവിക്കുകയാണ്. ചോദ്യങ്ങൾ സംഭവിക്കുകയാണ്. ഉത്തരങ്ങൾ സംഭവിക്കുകയാണ്. ജനനം സംഭവിക്കുന്നു. മരണം സംഭവിക്കുന്നു. സ്നേഹം സംഭവിക്കുന്നു. വിദ്വേഷം സംഭവിക്കുന്നു. ചിന്തകൾ സംഭവിക്കുന്നു. എല്ലാം സംഭവിക്കുന്നു. ഈ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ജനനങ്ങൾക്കും മരണങ്ങൾക്കും ചിന്തകൾക്കും കാരണമാകുന്ന ഒരാൾ എവിടെയാണ്? എല്ലാം അറിയുന്ന ആ ഒരാൾ എവിടെയാണ്? ആചാര്യനായ ഗുരു എവിടെയാണ്? ആദ്യത്തെ ചോദ്യം ഏതോ മനസ്സിൽ ഉദിച്ചത് എപ്പോഴാണ്? എവിടെ നിന്നാണ് ഉത്തരം വന്നത്? എപ്പോഴാണ് ചോദ്യങ്ങൾ ഉരുകി ഉത്തരങ്ങളായി തീർന്നത്? എപ്പോഴാണ് നാം ചോദ്യങ്ങളിൽ നിന്നും ഉത്തരങ്ങളിൽ നിന്നും നമ്മെ തന്നെ സ്വതന്ത്രരാക്കിയത്? എന്നാണ് നമുക്ക് ജനനങ്ങളിൽ നിന്നും മരണങ്ങളിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കുവാൻ കഴിയുക? വക്കോളം നിറഞ്ഞ ചോദ്യങ്ങളുമായി മനുഷ്യൻ മുന്നേറുന്നു. മെല്ലെ മെല്ലെ, ജാഗ്രതയോടെ. കഴിഞ്ഞ കാലത്തിൽ ഒരു മാറ്റവും വരുത്തുവാൻ അയാൾക്ക് കഴിയുകയില്ല. ഭൂതകാലം സംഭവിച്ചു കഴിഞ്ഞു. വർത്തമാനകാലം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഭാവി അയാൾ വർത്തമാനത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് ഭാവി അനിശ്ചിതമാണ്. ഭൂതം മരിച്ചു കഴിഞ്ഞു. ഭാവി ഇനി ഉണ്ടായിട്ട് വേണം. നമ്മുടെ കൈവശം ഉള്ളത് വർത്തമാനം മാത്രമാണ്. പലരും ഈ വിധത്തിൽ ചിന്തിക്കാറുണ്ട്. അങ്ങനെയുള്ള പല ചിന്തകൾ ഒരുമിച്ച് ചേർന്ന് സംഭവങ്ങളായിട്ടുണ്ട്. പല ചിന്തകന്മാരും തലമുറകളുടെ ചിന്താ പ്രക്രിയയ്ക്ക് നേതൃത്വം വഹിച്ചതിന് പഴി കേട്ടിട്ടുണ്ട്. എന്നാൽ നമുക്ക് അതിനെപ്പറ്റി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ചിന്തകന്മാർ ഉണ്ടായി, ചിന്തകൾ ഉണ്ടായി. ചിന്തകൾ വാക്കുകളെയും ശബ്ദത്തെയും കൊണ്ടുവന്നു. ജനങ്ങൾ ശ്രദ്ധിച്ചു. ചില ചിന്തകൾ സുന്ദരമായ വാക്കുകളിൽ പൊതിഞ്ഞവയെങ്കിലും സ്വാർത്ഥപരമായിരുന്നു. ഇത് അത്യാഗ്രഹത്തിനും ശത്രുതയ്ക്കും യുദ്ധങ്ങൾക്കും കാരണമായി കഷ്ടപ്പാടുകൾ ഉണ്ടാക്കി. ആ ചിന്തകളും വാക്കുകളും മൊത്തത്തിൽ സ്വാർത്ഥപരമായിരുന്നു എന്ന് ചരിത്രത്തിന് മാത്രമേ പറയുവാൻ കഴിയുമായിരുന്നുള്ളൂ. മനുഷ്യവർഗത്തിൻ്റെ വിഡ്ഢിത്തത്തിന്മേൽ അന്തിമ വിജയം ചരിത്രത്തിനായിരുന്നു. ചില ചിന്തകൾ ഉദാരമായിരുന്നു. ചിലപ്പോൾ അവയ്ക്ക് ആവശ്യമുള്ള വാക്കുകളോ ശബ്ദമോ പ്രചരിപ്പിക്കാനുള്ള ആളെയോ കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് വിവേകത്തിൻ്റെ വാക്കുകൾ ആരും കേട്ടില്ല. അവ വികൃതമായ ശബ്ദങ്ങൾ നിറഞ്ഞ ലോകത്ത് ചിതറിപ്പോയി. എന്നിട്ടും വാതിലിൻ്റെ വിടവിൽ കൂടി സൂക്ഷ്മമായ ആ ശബ്ദങ്ങൾ കേൾക്കുവാൻ ചിലർക്ക് കഴിഞ്ഞു. അവർക്ക് തങ്ങളിൽ തന്നെ മാറ്റം വരുത്തുവാനും ഒരു ജീവിതകാലത്തു തന്നെ ഏറ്റവും ഉന്നതമായതിലേക്ക് എത്തുവാനും കഴിഞ്ഞു. അതേസമയം അവരുടെ ബന്ധുക്കൾ ഇഷ്ടപ്പെട്ടവയും പ്രിയപ്പെട്ടവയുമായ വാക്കുകളെ പിന്തുടരുകയും പിടിതരാത്ത സുഖത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പിന്നാലെയുള്ള പോക്ക് തുടരുകയും ചെയ്തു. അത് ആരുടെയും സ്വൈരം കെടുത്തിയില്ല. വിജയിക്കുന്നതുവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നത് ജീവിതത്തിലെ നാം അനുസരിക്കേണ്ട നിയമമായി കരുതപ്പെട്ടു. അങ്ങനെ വിവരമില്ലാത്തവർക്ക് ധർമ്മോപദേശവും സമാശ്വാസവും കൊടുത്തു. എല്ലാവരും സന്തുഷ്ടരായി. അനുസരിക്കാൻ മാത്രം വിധിക്കപ്പെട്ട നമുക്ക് മറ്റെന്ത് ചെയ്യുവാൻ കഴിയും? പിന്നെ പ്രകടന തൽപരരായ വിദ്വാൻമാരുടെ വരവായി. അവർ വിചിത്രമായ സത്യങ്ങൾ പറഞ്ഞു. അറിവില്ലാത്തവർക്ക് വിചിത്രമായി തോന്നുന്ന സത്യങ്ങൾ. പണം കൊണ്ട് അളക്കുവാൻ കഴിയാത്ത സത്യങ്ങൾ. അവരുടെ ശബ്ദഘോഷവും ഭ്രാന്തായി തോന്നിക്കുന്ന പെരുമാറ്റവും ഓരോ കാലഘട്ടത്തിലെയും ഉറക്കം തൂങ്ങുന്ന വലിയ ജനസമൂഹത്തിന് ദുസ്സഹമായി തീർന്നു. ആ ശബ്ദം ദിവസം തോറും വർദ്ധിച്ചപ്പോൾ, മാറ്റങ്ങൾ അനിവാര്യമായപ്പോൾ അവർ അതിൻ്റെ ഉറവിടത്തെ നശിപ്പിക്കുകയും അവരുടെ ഉറക്കത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. ഒരു പ്രവൃത്തി നല്ലതുപോലെ നിർവഹിച്ചതിനു ശേഷം സമാധാനപരമായ ഒരു ഉറക്കം. നാം ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ സ്വഭാവം ഇതാണ്. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതിനെ നാം നശിപ്പിക്കുന്നു. ഒറ്റയ്ക്ക് നടക്കുവാൻ നിശ്ചയിക്കുന്നവരെ, സ്വന്തം വഴി സ്വയം വെട്ടിത്തെളിക്കുന്നവരെ നാം പരിഹസിക്കുന്നു, നിന്ദിക്കുന്നു. ചിന്തകളും വാക്കുകളും കാലത്തിലൂടെയും ജനങ്ങളിലൂടെയും പരിണമിച്ചു. ഭാവനയും അത്യാഗ്രഹവും പരിണമിച്ചു. നാം കോമാളികളായിത്തീർന്നു.
നമുക്കുള്ളതെല്ലാം വിൽക്കുവാൻ നാം പഠിച്ചു. നമ്മുടെ സത്യസന്ധത പോലും നമ്മുടെ ആത്മീയതയും വിൽക്കുന്നതിൽ തെറ്റില്ലെന്ന് നാം പഠിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. എല്ലായ്പ്പോഴും എന്ന പോലെ ഭൗതിക സുഖമായിരുന്നു ലക്ഷ്യം. അതുകൊണ്ട് വിൽപ്പനയോടുള്ള അതിമോഹം വേരുപിടിച്ചതോടെ ഭൗതികതയിൽ നിന്ന് ആത്മീയതയിലേക്കുള്ള സാധാരണ യാത്രയിൽ നാം അനവധി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി. വാങ്ങുന്നവർ അരക്ഷിതത്വമുള്ള ജനങ്ങളാണ്, വിൽക്കുന്നവരും സുരക്ഷിതരല്ല. ഭയം ജനങ്ങളെ ഒരുമിപ്പിക്കുന്നു. ഭയം തൊട്ടടുത്തുള്ളതിനെയും സ്പഷ്ടമായതിനെയും കാണാതാക്കുന്നു. ഭയം ജനങ്ങളെ അങ്ങേ അറ്റങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഭയത്തെ അജ്ഞരായ ജനങ്ങളെ കീഴടക്കുവാനുള്ള ഉപകരണമായി ഉപയോഗിച്ചുകൊണ്ട് നവയുഗ ഗുരുക്കന്മാർ പരിപാടികൾ ഉണ്ടാക്കി. ചിലർ തിന്മകളെ അകറ്റി നിർത്താൻ കഴിവുള്ളവ എന്ന് അവകാശപ്പെടുന്ന വസ്തുക്കളെ നിർമ്മിച്ച് പണമുണ്ടാക്കി. ലോകം വ്യാപാര നടത്തിപ്പിനായുള്ള ഒരു ഭ്രാന്താലയമായി മാറി. എല്ലാം വ്യാപാരമാണ്, എല്ലാം ഇടപാടുകളാണ്. ഗുരുക്കന്മാരായി സ്വയം ഉദ്ഘോഷിച്ചുകൊണ്ട് ചിലർ അറിവില്ലാത്ത ജനങ്ങളെ എല്ലായ്പ്പോഴും വ്യാപൃതരാക്കി നിർത്തുവാനും നിത്യജീവിതത്തിൻ്റെ പൊള്ളുന്ന ചൂടിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിൻ്റെ കൃത്രിമമായ ആശ്വാസം നൽകുവാനായി ഒന്നിനു പുറകെ ഒന്നായി ധാരാളം പരിപാടികൾ പടച്ചുവിട്ടു. ആത്മജ്ഞാനത്തിൻ്റെയും വിമോചനത്തിൻ്റെയും സങ്കല്പങ്ങൾ ജനങ്ങളെ വിഡ്ഢികളുടെ സ്വർഗത്തിൽ നല്ലതുപോലെ ഉറപ്പിച്ചു നിർത്തി. സാധാരണ വിദ്യാഭ്യാസ മേഖലയിൽ എന്ന പോലെ എത്ര പാഠപരമ്പരകളിൽ പങ്കെടുത്തു എന്നതായി തീർന്നു ആത്മീയ ഉന്നതിയുടെ മാനദണ്ഡം. ആവശ്യമില്ലാത്ത അറിവ് അഹംബോധത്തെ ശക്തമാക്കി. അത് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് കൂടുതൽ അകറ്റിയെങ്കിലും വാക് സ്വാധീനവും അതുവഴി സമൂഹത്തിൽ അംഗീകാരവും നേടിക്കൊടുത്തു. അതുകൊണ്ട് ചിലർക്കത് പ്രയോജനപ്പെട്ടു. അത് നൽകിയ സുഖാനുഭവം കൊണ്ട് ഒരു കൾട്ടിൽ ഉൾപ്പെടുന്നതിന് പ്രയോജനപ്രദമായിരുന്നു. അങ്ങനെ ജനങ്ങൾ വറച്ചട്ടിയിൽ നിന്ന് എരുതിയിലേക്കോ തിരിച്ചോ ചാടി. പഴയ വീഞ്ഞ്, വ്യത്യസ്തമായ കുപ്പികൾ, എല്ലാം നല്ലതുപോലെ പൊതിഞ്ഞു കെട്ടിയത്, എല്ലാം വേണ്ടതുപോലെ പ്രദർശിപ്പിച്ചത്, എല്ലാം ആകർഷകമായത്. ചില ഗുരുനാഥന്മാർ എല്ലാത്തരം പുസ്തകങ്ങളും വായിച്ച് നവജാത ശിശു മുതൽ മരണശയ്യയിൽ കിടക്കുന്ന ഒരാൾ വരെ എല്ലാവർക്കും അനുയോജ്യമായ വിധത്തിൽ നാനാതരത്തിലുള്ള മിശ്രിതങ്ങൾ ഉണ്ടാക്കി. പ്രാചീനമായ ജ്ഞാനം ആവശ്യത്തിനനുസരിച്ച് നിർമ്മിച്ചത്, എല്ലാവർക്കും ഉപകരിക്കുന്നത്, എല്ലാവർക്കും അവരവരുടെ അവസരം കിട്ടുന്നു, ഫലങ്ങൾ ഉറപ്പു നൽകുന്നു. ആത്മജ്ഞാനം ഉറപ്പു തരുന്നു. കൂടുതൽ വേഗത്തിലുള്ള ആത്മജ്ഞാനത്തിന് കൂടുതൽ വില നൽകണം. തീർച്ചയായും ദുരന്തപൂർണമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇതാണ് ഇന്നത്തെ ആത്മീയതയുടെ നഗ്നമായ ചിത്രം. ഈ ഗുരുനാഥന്മാരുടെ പൊയ്മുഖത്തിന് പിന്നിലുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയില്ലെങ്കിൽ നാം നമ്മുടെ ജീവിതം മുഴുവൻ വ്യാജനായ വഴികാട്ടിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. ആർക്കും ജ്ഞാനത്തെ സ്വന്തമാക്കി വയ്ക്കുവാൻ കഴിയുകയില്ല. നാം ഉണ്ടാകുന്നതിന് വളരെ മുമ്പ് തന്നെ അത് ഉണ്ടായി. നിത്യമായ ജ്ഞാനത്തിൻ്റെ അർത്ഥം കണ്ടെത്തുവാൻ നാം നമ്മുടെ ആൻറ്റിനകളെ ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ദീർഘകാലമായി നിലവിലുള്ള ജ്ഞാനത്തെ ഇപ്പോഴുള്ള ചുറ്റുപാടിൽ വ്യാഖ്യാനിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വാക്കുകൾ ഒരിക്കലും നാം കണ്ടുപിടിച്ചതല്ല. ജ്ഞാനവും നാം കണ്ടുപിടിച്ചതല്ല. നമ്മുടെ പങ്ക് പരിമിതമാണ്. അതുകൊണ്ട് ജാഗ്രതയോടെ ഇരിക്കുക. ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും ശ്രദ്ധിക്കുക. ആദിഗുരുവായ ഭഗവാൻ ശിവൻ മുതൽ എല്ലാ ദിവ്യന്മാരും മഹത്തായ ഉജ്ജ്വലമായ ഒരു സത്യം പറഞ്ഞിട്ടുണ്ട്. അസ്തിത്വത്തിൽ കൂടിയാണ് നാം ദൈവത്തിലേക്ക് എത്തുക, പ്രവർത്തനത്തിലൂടെയല്ല. അതുകൊണ്ട് നൂറുകണക്കിന് വിവിധ പരിപാടികൾ ചെയ്തിട്ടുള്ള അനുഭവ സമ്പന്നനാണ് നിങ്ങൾ എങ്കിൽ പോലും അതിൽ കാര്യമില്ല. ഒരുപക്ഷെ അത് നിങ്ങളുടെ അരക്ഷിതത്വത്തെ കാണിക്കുന്നു. ആത്മാവിൽ നിലയുറപ്പിച്ച് കഠിനമായ നിസ്വാർത്ഥ സേവനം ചെയ്യുന്നത് തീർച്ചയായും നിങ്ങളെ അത്യുന്നതമായതിലേക്ക് എത്തിക്കും. ധാരാളം സാധനകൾ അനുഷ്ഠിക്കുന്നതും അതിനെക്കുറിച്ച് പറഞ്ഞു നടക്കുകയോ പ്രശംസിക്കുകയോ ചെയ്യുന്നതും നിങ്ങളെ നിങ്ങളുടെ അഹംബോധത്തിലും ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും കാർമ്മിക ചക്രത്തിലും ഉറപ്പിച്ചു നിർത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ. അത് നിങ്ങൾക്ക് വിമോചനം നേടിത്തരില്ല. വിമോചനം അകർമ്മത്തിലാണ്. നമുക്ക് ഉണ്ടായിരിക്കുന്നതും എന്നാൽ ആവശ്യമില്ലാതിരിക്കുകയും ചെയ്യുന്ന അനുഭൂതിയാണ് അത്. നാം മോചിതരായി നിൽക്കുന്നു. ആ മനോഭാവം സംഭവിക്കേണ്ടതുണ്ട്. എല്ലായ്പ്പോഴും വർത്തമാനത്തിൽ നിന്നാൽ കർമ്മം അവസാനിക്കുന്നു. എല്ലായ്പ്പോഴും
ചിന്തയുടെയും വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും കൂടെ നിന്നുകൊണ്ട് അനുയോജ്യമായ പ്രവൃത്തിയിലൂടെയോ വാക്കിലൂടെയോ ചിന്തയിലൂടെയോ കർമ്മം തീർക്കേണ്ടതുണ്ട്. കർമ്മം എങ്ങനെ ഉണ്ടാക്കിയോ അതുപോലെ തീർക്കുകയും വേണം. അതിന് എളുപ്പ വഴിയില്ല. അതിനെപ്പറ്റി നല്ല ബോധം ഉണ്ടായിരിക്കണം. മന്ത്രങ്ങളും ഉയർന്ന അവബോധവും കൂടുതൽ കർമ്മം ഉണ്ടാക്കുന്നതിനെ തടയുന്നു. ഉയർന്ന അവബോധം പ്രവൃത്തിയുടെ കൂടെയുള്ള വികാരങ്ങളെയും നശിപ്പിക്കുന്നു. ഒരു കയർ കെട്ടുക എളുപ്പമാണ്, അഴിക്കുക പ്രയാസമാണ്. അതുപോലെ ബോധപൂർവമല്ലാത്ത ജീവിതം നമ്മുടെ ഹാർഡ് ഡ്രൈവിനെ നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന വിധം ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ വിവരങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു. വിവരങ്ങൾ കൂടിക്കുഴഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാതാകുമ്പോൾ വ്യവസ്ഥ ഒട്ടാകെ മന്ദഗതിയിലാകുന്നു. തടസ്സം നീക്കുക അത്യാവശ്യമായി തീരുന്നു. ഹാർഡ് ഡ്രൈവിനെ അനാവശ്യമായ വിവരങ്ങൾ നീക്കി വൃത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്. ഹാർഡ് ഡ്രൈവിലേക്ക് എന്താണ് നിക്ഷേപിക്കുന്നത് എന്നതിനെക്കുറിച്ച് നാം വളരെ ശ്രദ്ധിക്കണം. നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ തികച്ചും അശ്രദ്ധമായി ഉപയോഗിക്കുകയും പിന്നീട് കുഴഞ്ഞ അവസ്ഥയെക്കുറിച്ച് പരാതിപ്പെടുകയും ചെയ്യരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വിധി നിർണയിച്ചത്. നിങ്ങൾ ആ യാഥാർത്ഥ്യങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിച്ചു. അതിനെക്കുറിച്ച് ബോധവാനാകുക. ഒരു കാര്യം കൂടി, അവസരം നഷ്ടമായി എന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കരുത്. നിങ്ങൾക്ക് അതിന് വിധി ഉണ്ടായിരുന്നെങ്കിൽ ആ അവസരം കിട്ടുമായിരുന്നു എന്ന് ഞാൻ ഉറപ്പു തരുന്നു. അടിസ്ഥാന രൂപത്തിൽ മാറ്റം വരുത്തുവാൻ നമുക്ക് കഴിയുകയില്ല. വ്യക്തികൾ എന്ന നിലയിൽ അടിസ്ഥാന രൂപത്തിൽ നാം ഒന്നും മാറ്റുന്നില്ല. അതുകൊണ്ട് എന്തിൻ്റെയെങ്കിലും അവസരം നഷ്ടപ്പെട്ടതിൻ്റെ പോലും ഉത്തരവാദിത്വം നമുക്കാണ് എന്ന് കരുതുന്നത് അബദ്ധമാണ്. അതുപോലെ നിങ്ങൾ കാരണമായി ഞങ്ങൾക്ക് ആ അവസരം കിട്ടാതെ പോയി എന്ന് ആരെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുവെങ്കിൽ അതും തികഞ്ഞ വിഡ്ഢിത്തമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അവസരം നൽകുക എന്നത് അടിസ്ഥാന പദ്ധതിയുടെ ഭാഗമായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു കുറ്റപ്പെടുത്തലും അംഗീകരിക്കരുത്. അത് നിങ്ങളുടെ തെറ്റല്ല. നാം എപ്പോഴും ഓർമ്മിക്കേണ്ടതായ അടിസ്ഥാന തത്വമാണ് ഇത്. ഞാൻ നിങ്ങൾക്ക് ലോകത്തിലെ പൊയ്മുഖങ്ങൾക്കപ്പുറത്തുള്ള സത്യത്തെ കാണുവാനുള്ള മഹത്തായ വിവേകം ആശംസിക്കുന്നു. മറ്റെല്ലാം അജ്ഞതയുടെ ബഹിസ്ഫുരണങ്ങൾ മാത്രമാണെന്ന് അറിയുക. ശരിയായ അറിവുള്ളവന് ഒന്നും ആവശ്യമില്ല. മറ്റുള്ളവരിൽ നിന്നുള്ള അഭിനന്ദന വാക്കുകൾ പോലും അയാൾ അത്തരം നാട്യങ്ങൾക്ക് അതീതനായിരിക്കും. അത് നല്ലതുപോലെ ഓർമ്മ വയ്ക്കുക. നാം എല്ലാം ജീവിതം എന്ന ഈ നിലനിൽപ്പിലൂടെ കടന്നു പോവുകയാണെന്ന് എന്നും അറിയുക. വലിയതായി തോന്നിക്കുന്ന ഭൗതികമോ ആത്മീയമോ ആയ നമ്മുടെ ചെറിയ ചുവടുവയ്പ്പുകൾക്ക് അമിതമായ പ്രാധാന്യം നൽകരുത്. അതിന് കൃതജ്ഞരായിരിക്കുക മാത്രം ചെയ്യുക. എല്ലാവരെയും സ്നേഹിക്കുക. ലോകത്തിലെ നിസ്സഹായരായ ജീവികളെ സഹായിക്കുക. നിങ്ങൾക്ക് ശാശ്വതമായ സമാധാനവും പരമമായ ശക്തിയും ഉണ്ടാകും. ജയ് മോഹൻജി. താങ്ക് യു.